നമസ്കാരം. സംസ്ഥാനത്തെ ബാറുകൾ ഈ മാസം 30 വരെ അടയ്ക്കേണ്ട എന്നും തൽസ്ഥിതി തുടരണം എന്നും ഹൈക്കോടതി ഈ കേസുകളിന്മേൽ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കണം എന്നുമുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എക്സൈസ് മന്ത്രി ശ്രീ കെ ബാബു നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, സ്വാഗതം. സംസ്ഥാനത്തിന്റെ മദ്യനയത്തിൽ പാളിച്ചകളുണ്ട് എന്നുള്ളതല്ലേ ഇന്നത്തെ സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നത്? ഒരിക്കലുമല്ല. സുപ്രീം കോടതി വിധി ദുഃഖകരമാണ്. പക്ഷേ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ഒരു ഇൻ്ററിം ഓർഡർ മാത്രമാണ്. കേരള ഗവൺമെൻറ് ബാർ ഹോട്ടലുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരായി കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകൾ അസോസിയേഷൻ്റെ അടിസ്ഥാനത്തിലും ഒറ്റയ്ക്കും കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ സ്റ്റേക്ക് മൂവ് ചെയ്തു. ആ സ്റ്റേ അനുവദിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ഡിവിഷൻ ബെഞ്ചിൽ കേരള ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. ഡിവിഷൻ ബെഞ്ചും കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ അംഗീകരിക്കുകയും അവരുടെ സ്റ്റേക്കുള്ള പെറ്റീഷൻ തള്ളിക്കളയുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻകാരും ഹോട്ടലുകാരും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തത്. അപ്പോൾ സുപ്രീം കോടതി ഇന്നൊരു ഇൻ്ററിം ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് അധികം പോകാൻ ഇന്ന് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും കോടതി വിധിയുടെ വിശദവിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് അടച്ചുപൂട്ടാനുള്ള തീരുമാനം 30 തീയതി വരെ സ്റ്റേ ചെയ്തു എന്നുള്ളത് ഒരു അവർക്ക് ഗുണകരമായി. പക്ഷേ മിനിസ്റ്റർ, മദ്യനയം രൂപീകരിക്കുന്നത് സംബന്ധിച്ച പഠനത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്ന ജസ്റ്റിസ് എം രാമചന്ദ്രൻ അദ്ദേഹം ഇന്ന് അഭിപ്രായപ്പെട്ടത് സർക്കാരിന് ഈ വിധി ആശ്വാസമാണ് എന്നുള്ളതാണ്. അതിന് കാരണം അത്ര ദിവസത്തെ കൂടി വരുമാനം സർക്കാരിന് ലഭിക്കുമല്ലോ എന്നുള്ളതാണ്. ആ രീതിയിൽ സർക്കാരിന് ഇത് തിരിച്ചടി അല്ല എന്നുള്ളത് കൂടിയാണോ മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അല്ല, സർക്കാരിന് ഇതൊരിക്കലും തിരിച്ചടിയല്ല. കാരണം ഞങ്ങളിവിടെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. വരുമാനം ഇതിനകത്തൊരു പ്രശ്നമായി ഗവൺമെൻറ് കണക്കാക്കുന്നില്ല. വരുമാനം കണക്കാക്കിയാണെങ്കിൽ മാർച്ച് 31 വരെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ അത്രയും വരുമാനം കിട്ടില്ലേ? അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഗുണപരമായ വളരെയേറെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു നയം ആവിഷ്കരിച്ചു. ആ നയത്തെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. പക്ഷെ പൊതുവെ സമൂഹം ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിച്ച് കഴിഞ്ഞൊരു നയമാണ്. ആ നയം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഡയറക്റ്റായിട്ട് കുറച്ച് സാമ്പത്തിക നഷ്ടം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനുള്ള ഈ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാനുള്ള മറ്റു വഴികൾ തേടാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ മിനിസ്റ്റർ, ഈ സുപ്രീം കോടതി കേസിന്റെ മെറിറ്റിലേക്ക് എത്രത്തോളം പോയിട്ടുണ്ട് എന്നതിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ അനുവദിക്കുന്നതിലെ അത് തുടരുന്നതിലെ യുക്തി എന്താണ് എന്ന് ഇന്നലെയും കോടതി ചോദിച്ചു, ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യുക്തി? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 1 സ്റ്റാറും ഇല്ലാത്ത ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുത്തിരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് 95-96 പീരീഡിലൊക്കെ ബാർ ലൈസൻസ് കൊടുത്തിരുന്നില്ല. അതിനുശേഷം 97-ലാണ് ഈ 3 സ്റ്റാർ ആൻഡ് എബവ് സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കും എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അന്നും ഈ പ്രശ്നമില്ലേ? അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്ന മദ്യനയം, ആ മദ്യനയത്തിൽ എന്താ പറഞ്ഞിരിക്കണേ? ഞങ്ങൾ ആദ്യത്തെ വർഷം, അതായത് 11-12 3 സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് കൊടുക്കും. അടുത്ത വർഷം 12-13 3 സ്റ്റാറിന് കൊടുക്കില്ല, 4 സ്റ്റാറിന് മാത്രം. 13-14 ഞങ്ങൾ 5 സ്റ്റാറിന് മാത്രമേ കൊടുക്കൂ. ഇത് ഞങ്ങൾ പൊതുവെ എടുത്തൊരു തീരുമാനമാണ്. അതുപോലെ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ തീരുമാനമല്ല. ഞങ്ങൾ വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമാണ്. മിനിസ്റ്റർ, അതിലൊരു ഭരണഘടനാപരമായ അവകാശ ലംഘനം, ഒരു നീതി നിഷേധമുണ്ട് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെ പറയുന്നത്. കപിൽ സിബൽ തന്നെ ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 40 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതിന്റെ ലംഘനമാണ് ഇത്. ധനികർക്ക് മാത്രം മദ്യം ലഭിക്കുന്ന ഒരു അവസ്ഥയും സാധാരണക്കാർക്ക് അത് ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നില്ല എന്ന് കോടതി ഡയറക്റ്റായി ചോദിച്ചതാണ്. അല്ല, കോടതിയിൽ നടന്ന ആർഗ്യുമെന്റ്സും കോടതിയുടെ കമന്റ്സും ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഞാൻ രാവിലെ മുതൽ ചില പാർട്ടി യോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിനൊരു നയം ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കണ്ടെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം
കേരള ഹൈക്കോടതി അംഗീകരിച്ചില്ല. കൗണ്ടർ പോലും ഫയൽ ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനം സുപ്രീം കോടതിയിൽ ആ കേസ് വന്നു. ഗവൺമെൻറ് നയം അംഗീകരിക്കുക. കാരണം ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ മൊണോപ്പൊളിയാണ് ഈ ലിക്കർ. അതൊരു ഗവൺമെൻറ്റിന് ഒരു പോളിസി കൊണ്ടുവരാൻ അവകാശമുണ്ടെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പുണ്ടായ കേസിൽ കേരള ഗവൺമെൻറ് ജയിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ ഈ 5 സ്റ്റാറിന് മാത്രം കൊടുക്കുമെന്നുള്ള തീരുമാനിച്ചപ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടൂറിസം നയത്തിൻ്റെ ഭാഗമായിട്ട് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബാർ ലൈസൻസ് കൂടി കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ 5 സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് കൊടുക്കാം എന്നുള്ള തീരുമാനം എടുക്കാൻ കാരണം ആ വ്യവസ്ഥ ഇപ്പോൾ ചില മാറ്റം ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഗവൺമെൻറ് ഒരു നയം ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനു മുമ്പുള്ള കേസിൽ അംഗീകരിച്ച് തന്നിട്ടുള്ളത്. അത് ശരിയാണ് മിനിസ്റ്റർ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതിൽ സർക്കാരിന് ആകുമായിരുന്നില്ല സുപ്രീം കോടതിയുടെ തീർപ്പ്. ഞാൻ പറയുന്നത് സർക്കാരിന് നയം രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്, അത് ശരിയാണ്. പക്ഷേ കോടതി ചോദിച്ച ഒരു കാര്യം, സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് വേണ്ടതെങ്കിൽ ഗുജറാത്ത് മാതൃക അവലംബിച്ചുകൂടായിരുന്നു, എന്തുകൊണ്ടത് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. മിനിസ്റ്റർ, ഗുജറാത്ത് മോഡൽ എന്ന് പറയുമ്പോൾ അത് കേരള ഗവൺമെൻറ്റിന് സ്വീകരിക്കണമെന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഒരു കാലാവധിക്കുള്ളിൽ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുക എന്നുള്ള നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണിത്. അപ്പം ഞങ്ങൾ 3 സ്റ്റാർ 4 സ്റ്റാർ വേണ്ടെന്ന് വെച്ചു, 5 സ്റ്റാറിന് മാത്രം കൊടുക്കുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. ബിവറേജിന്റെ 10% കട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിനൊരു വിവേചനമുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. മിനിസ്റ്റർ, ഇതിനൊരു വിവേചനമുണ്ട് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മിനിസ്റ്റർ, അല്ല, ഇതിനകത്ത് വിവേചനം ഉണ്ടോ ഇല്ല എന്നുള്ളത് കോടതി പറഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ അല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണല്ലോ. ആ കേസ് കോടതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലേക്ക് ഇത് വരികയാണ്. വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആർഗ്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കോടതിയിൽ നിരത്തുന്നതാണ്. ഏതായാലും അതിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ഇപ്പോൾ ഒരുക്കമല്ല. ഗവൺമെൻറ് ഏതായാലും ഇതൊരു തിരിച്ചടിയല്ല, ഇതൊരു ഇൻ്റർവ്യൂ ഓർഡർ മാത്രമാണ്, ഫൈനൽ ഓർഡർ അല്ല. ഇനി അതിന് എത്ര കടമ്പകൾ കിടക്കണം നമുക്ക് കാത്തിരുന്ന് കാണാം.